കൂടുതലും നമ്മൾ ദാഹം വരുമ്പോൾ വെള്ളമാണ് കുടിക്കാനായിട്ട്, വെള്ളം മാത്രമാണ് കുടിക്കുന്നത്. അപ്പോൾ വെള്ളം മാത്രം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഫ്ലൂയിഡ്സ് മാത്രമാണ് കിട്ടുന്നത്. ശരിക്കും നമ്മുടെ ഫ്ലൂയിഡ്സും ഇലക്ട്രോലൈറ്റ്സും നമുക്ക് ശരിയായ പ്രപ്പോർഷനിൽ നമ്മുടെ ശരീരത്തിൽ കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് ശരിക്കും എക്സ്ക്രീഷൻ ചെയ്യുന്നത് വെള്ളവും അതുപോലെ മിനറൽസും, സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ് പോലുള്ള ഇലക്ട്രോലൈറ്റ്സും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ് ഫ്ലൂയിഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മിനറൽസിൻ്റെ അളവ് ശരീരത്തിൽ കുറയും. അപ്പോൾ മിനറൽസും കൂടെ കൂടുതൽ അടങ്ങിയ പഴങ്ങളിലും പച്ചക്കറികളിലുമാണ് കൂടുതലും മിനറൽസ് ഉള്ളത്. അപ്പോൾ മിനറൽസും കൂടെ കൂടുതലായിട്ട് കിട്ടുന്ന ഭക്ഷണം കഴിക്കുക. അതായത് നമ്മൾ ഫ്രൂട്ട് ജ്യൂസസ്, വെജിറ്റബിൾസ് ജ്യൂസായിട്ടും ഫ്രൂട്ട്സ് ജ്യൂസായിട്ടും, ഇപ്പോൾ ABC ജ്യൂസ്, കുക്കുംബർ ജ്യൂസ്, അതുപോലെ തന്നെ ക്യാരറ്റ് ജ്യൂസ്, നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ് ജ്യൂസായിട്ട് കഴിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ജ്യൂസ് കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഷുഗറും സോൾട്ടും ആഡ് ചെയ്യുന്നത് നല്ലോണം അവോയ്ഡ് ചെയ്യുകയോ റെഡ്യൂസ് ചെയ്യുകയോ ചെയ്യുക. അഡീഷണൽ ആയിട്ട് സോൾട്ടും ഷുഗറും അധികമായിട്ട് ചെല്ലുന്നതും നല്ലതല്ല. സോൾട്ട് ആവശ്യത്തിന് നല്ലതാണ്, കൂടുതൽ നല്ലതല്ല. പിന്നെ കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം, ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ മിൽക്കിൻ്റെ ഫെർമെൻറ്റഡ് പ്രോഡക്ട്സ് അല്ല, നോർമലി നമ്മുടെ റൈസിൻ്റെ ഫെർമെൻറ്റഡ്, ഈ പഴങ്കഞ്ഞി പോലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക.